ഹലോ, എല്ലാവർക്കും പഞ്ചതന്ത്ര സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് സഞ്ജീവകനെ കണ്ട് ഭയന്ന് പിങ്കളകൻ എന്നൊരു സിംഹരാജാവ് തന്റെ പരിവാരങ്ങളൊക്കെയായി ആൽച്ചുവട്ടിലിരിക്കുന്നതാണ്. ഇത് കണ്ടിട്ട് തന്റെ മന്ത്രിപുത്രന്മാരായ കരടകനും ദമനകനും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. ഒപ്പം എന്ത് ചെയ്തു? കരടകൻ പറഞ്ഞു, നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുന്നത്? അങ്ങനെയാണെങ്കിൽ പേനിൽ കുടുങ്ങിയ കുരങ്ങനെ പോലെയാകും. അപ്പോൾ ദമനകന് വേണ്ടി ആ കഥ പറയുന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേൾക്കാൻ പോകുന്നത്. പേനിൽ കുടുങ്ങിയ കുരങ്ങൻ. ഒരു പട്ടണത്തിന്റെ സമീപ പ്രദേശത്തായി ധനികനായ ഒരു വ്യാപാരി മരക്കൂട്ടങ്ങളുടെ നടുവിൽ ഒരു അമ്പലം പണിയുവാനായി തുടങ്ങി. ധാരാളം ആശാരിമാരും കൽപ്പണിക്കാരും അവിടെ വേല ചെയ്തിരുന്നു. അവർ ഉച്ചയ്ക്ക് ഉണ്ണാനായി പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു പതിവ്. ഒരു ദിവസം ഒരു കൂട്ടം കുരങ്ങന്മാർ പലയിടത്തും ചുറ്റിത്തിരിഞ്ഞ് പണിക്കാരൊക്കെ കഴിക്കാൻ പോയ സമയത്ത് ഈ പണിസ്ഥലത്ത് എത്തിച്ചേർന്നു. ഒരാശാരി ഒരു വീട്ടിമരം പാതി പിളർന്നു വെച്ച് ഒരു കരിങ്ങാലി മരത്തണ്ട് പിളർപ്പിനിടയിൽ തിരികെ വെച്ചിട്ടാണ് ഉണ്ണാൻ പോയത്. കുരങ്ങന്മാർ മരക്കൊമ്പത്ത് നിന്ന് മുറിച്ചിട്ട തടികളിലേക്കും തടികളിൽ നിന്ന് പാതി പണിതീർന്ന മേൽപ്പുരയിലേക്കും ചാടി ചാടി കളിച്ച് രസിച്ചുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ ഒരു കുരങ്ങൻ പകുതി പിളർന്ന മരത്തടിമേൽ ചെന്നിരുന്നു. ആരാണ് ഇങ്ങനെ ഒരു മരക്കഷ്ണം പിളർപ്പിനിടയിൽ തിരികെ വെച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ ആ മരത്തണ്ട് രണ്ട് കൈകൊണ്ടും പിടിച്ച് വലിച്ചിളക്കി ഊരിയെടുത്തു. തണ്ട് ഊരിപ്പോന്നപ്പോൾ അകന്നു നിന്നിരുന്ന പിളർപ്പ് ഒന്നിച്ചു കൂടുകയും അതിനിടയിൽ പെട്ടുകിടന്നിരുന്ന കുരങ്ങന്റെ വാല് ചതഞ്ഞ് അവൻ വേദന കൊണ്ട് പുളയുകയും ചെയ്തു. ബുദ്ധിമാന്മാർ വേണ്ടാത്തതിൽ ഒന്നും ഇടപെടരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കരടകൻ തുടർന്നു. മാത്രമല്ല, ഈ സിംഹം ബാക്കി വെക്കുന്ന ആഹാര സാധനങ്ങൾ മതിയല്ലോ നമുക്ക് രണ്ടുപേർക്കും സുഖമായി ജീവിക്കാൻ. പിന്നെ എന്തിന് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നു? ദമനകന് അതത്ര രസിച്ചില്ല. വെറും ആഹാരം മാത്രം കിട്ടിയാൽ മതിയോ? മറ്റൊന്നും വേണ്ടേ? അത് ശരിയല്ല. ശത്രുക്കൾക്ക് ദ്രോഹവും മിത്രങ്ങൾക്ക് ഉപകാരവും ചെയ്യുന്നതിനാണ് ബുദ്ധിമാൻ രാജസേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വെറുതെ വയറു നിറയ്ക്കുക മാത്രം ചെയ്താൽ പോരാ. ഒരുവനെ ആശ്രയിച്ച് വളരെ പേർ കഴിയുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതമാണ് ധന്യം. കൊക്കിൽ കൊള്ളുന്നത് മാത്രം വിഴുങ്ങുന്ന കാക്ക സ്വന്തം വയർ നിറയ്ക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. മിത്രങ്ങളോടും ദുഃഖിതരോടും ഗുരുജനങ്ങളോടും ഭൃത്യരോടും അവനവനോട് തന്നെയും സ്നേഹവും ദയയും കാണിക്കുന്നില്ലെങ്കിൽ ജീവിതം കൊണ്ട് എന്താണ് ഒരു നേട്ടം? കാക്ക ബലിച്ചോറ് കൊണ്ട് വളരെ കാലം ജീവിച്ചിട്ട് ആർക്കെന്ത് പ്രയോജനം? ചെറുതോട്ടിൽ വേഗം വെള്ളം നിറയും. എലിയുടെ കൈക്കുടന്നയിൽ വളരെ കുറച്ചേ കൊള്ളൂ. അതുപോലെ ഹീനപുരുഷൻ സ്വൽപ്പമാത്രം കൊണ്ട് സന്തുഷ്ടനാകും. ജനനവും മരണവും മാറി മാറി വരുന്ന ഈ ലോകത്തിൽ മരിച്ചവൻ വീണ്ടും ജനിക്കാതിരിക്കുകയില്ല. എന്നാൽ മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കുന്നവനെ മാത്രമേ ഈ ലോകത്തിൽ ജനിച്ചവനായി കണക്കാക്കുകയുള്ളൂ. പുഴക്കരയിലെ പുൽക്കൊടിയായി പിറന്നാലും ജന്മസാഫല്യമുണ്ട്. മുങ്ങിച്ചാവാൻ പോകുന്നവന് ഒരു ചെറിയ ആശ്രയമായി നിൽക്കാനെങ്കിലും ആ പുൽക്കൊടിക്ക് കഴിഞ്ഞേക്കാം. ഇതു കേട്ട് കരടകൻ പറഞ്ഞു, നീ പറയുന്നതൊക്കെ ശരി തന്നെ. എന്നാൽ രാജസന്നിധിയിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത നാം എന്തെങ്കിലും ചെയ്താൽ ശരിയാകുമോ? നമ്മൾ ചോദിക്കാതെ വല്ലതിനും പുറപ്പെട്ടാൽ പരിഹാസപാത്രങ്ങളാവുകയല്ലേ ഉള്ളൂ. ഫലമുണ്ടാവുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ വാക്കുകൾ പ്രയോഗിക്കാവൂ. വെളുത്ത വസ്ത്രം ചായത്തിൽ മുക്കിയാലാണല്ലോ ചായം പിടിക്കുക. ദമനകന് ഈ വാദം സമ്മതമായില്ല. അങ്ങനെയൊന്നുമില്ല. പ്രാധാന്യമില്ലാത്തവനായാലും വേണ്ടവണ്ണം രാജസേവ ചെയ്താൽ പ്രധാനിയായി തീരും. സേവ വേണ്ടതുപോലെ അല്ലെങ്കിൽ പ്രധാനി അപ്രധാനി ആവുകയും ചെയ്യും. പഠിപ്പില്ലാത്തവനോ തറവാടിത്തമില്ലാത്തവനോ സംസ്കാരമില്ലാത്തവനോ ആണെങ്കിലും എപ്പോഴും ഒരുത്തൻ കൂടെ നിൽക്കുകയാണെന്നിരിക്കട്ടെ, രാജാവ് അവനെ ഇഷ്ടപ്പെടും. രാജാക്കന്മാരെ പ്രസാദിപ്പിക്കാൻ പ്രയാസമാണെന്ന് പറയുന്നവർ അശ്രദ്ധരും മടിയന്മാരും വിഡ്ഢികളുമാണെന്ന് തീർച്ച. ബുദ്ധിയുള്ളവൻ രാജാവിനെ ആശ്രയിച്ച് ഉയർന്ന സ്ഥാനത്തെത്തും. രാജാവ് പ്രസാദിച്ചാൽ വെൺകൊറ്റക്കുടയും ചന്തമുള്ള കുതിരകളും മതിച്ച ആനകളും മറ്റും സ്വന്തമായി തീരും. അപ്പോൾ കരടകൻ ചോദിച്ചു, നീ ഇപ്പോൾ എന്തു ചെയ്യാനാണ് ഭാവം? ദമനകൻ ഉത്തരം പറഞ്ഞു, നമ്മുടെ യജമാനൻ എന്തോ കാരണവശാൽ പേടിച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് ഭയകാരണം ആരാഞ്ഞ് നിവർത്തിയുണ്ടാക്കി കൊടുക്കും.
നമ്മുടെ യജമാനൻ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? കരടകൻ ചോദിച്ചു. അതെനിക്കറിയാം, ദമനകൻ മറുപടി പറഞ്ഞു. മുഖഭാവത്തിൽ നിന്നും ചേഷ്ടകളിൽ നിന്നും വാക്കുകളിൽ നിന്നും മനസ്സിൽ എന്ത് വികാരമാണുള്ളതെന്ന് തുറന്നു പറയാതെ തന്നെ അറിയുവാൻ സാധിക്കും. അതിനാൽ ഞാൻ യജമാനനെ സമീപിച്ച് എന്റെ ബുദ്ധിപ്രഭാവത്താൽ അദ്ദേഹത്തിന്റെ ഭയം നീക്കിക്കളഞ്ഞ് സ്നേഹം സമ്പാദിച്ച് മന്ത്രിപദം നേടിയെടുക്കും. കണ്ടു നോക്കൂ, കരടകൻ ചോദിച്ചു. അതിന് നിനക്ക് രാജസേവയെ അറിയില്ലല്ലോ, എന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്നേഹം സമ്പാദിക്കുക? ദമനകൻ ഉത്തരം പറഞ്ഞു. ഞാൻ രാജസേവയെ അറിയാത്തവനൊന്നുമല്ല. കുട്ടിക്കാലത്ത് ഞാൻ അച്ഛന്റെ മടിയിലിരുന്ന് കളിക്കുമ്പോൾ പല സജ്ജനങ്ങളും നീതിശാസ്ത്രത്തെ പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മനഃപ്പാഠമായിരിക്കുന്നു. യുദ്ധത്തിന് പോകുമ്പോൾ രാജാവിന്റെ മുൻപിൽ വേണം നടക്കാൻ. പട്ടണത്തിലാണെങ്കിൽ പിന്നാലെയെ സേവകൻ നടക്കാൻ പാടുള്ളൂ. രാജധാനിയിലാകുമ്പോൾ രാജാവിന്റെ മുറിവാതിൽക്കൽ കാത്തു നിൽക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെ രാജാവ് സ്നേഹിക്കും. എന്നെ രാജാവിന് വലിയ ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് വിഷമഘട്ടത്തിൽ മര്യാദയുടെ അതിർത്തി വിട്ട് പെരുമാറുകയും അരുത്. രാജാവിന് ഇഷ്ടമല്ലാത്തവരെ വെറുക്കുകയും ഇഷ്ടമുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവൻ രാജാവിന് പ്രിയപ്പെട്ടവനായിത്തീരും. രാജാവ് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും എതിർത്ത് പറയാതിരിക്കുക. അടുത്തു നിന്ന് ഉറക്കെ ചിരിക്കാതിരിക്കുക. ഇങ്ങനെയെല്ലാം പെരുമാറിയാൽ രാജാവ് സ്നേഹിക്കും. രാജപത്നിമാരുമായി അധികം അടുപ്പം പാടില്ല. അവരെ അനാദരിക്കുകയും അരുത്. അങ്ങനെയുള്ളവനെ രാജാവ് ഇഷ്ടപ്പെടും. ഇതെല്ലാം കേട്ട് കരടകൻ ചോദിച്ചു. ആട്ടെ, ഇപ്പോൾ നീ അവിടെ പോയിട്ട് ആദ്യം എന്തു പറയും? അത് പറയൂ. ദമനകൻ മറുപടി പറഞ്ഞു. യഥാകാലം പെയ്ത നല്ല മഴയത്ത് തഴച്ച വിത്തിൽ നിന്ന് വീണ്ടും വിത്തുകൾ ഉണ്ടാവുന്നില്ലേ? അതുപോലെ ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കുണ്ടാവുന്നു. മറുപടിക്ക് മറുപടി ഉണ്ടാവുന്നു. ഞാൻ സമയം നോക്കാതെ ഒന്നും പറയുകയില്ല. സാക്ഷാൽ ബൃഹസ്പതി തന്നെ ആയാലും അനുചിത സമയത്ത് വല്ലതും പറഞ്ഞാൽ ആരും വില വയ്ക്കുകയില്ല. കരടകൻ ഉപദേശിച്ചു. നീ കേട്ടിട്ടില്ലേ, രാജാക്കന്മാർ പർവ്വതങ്ങളെ പോലെയാണെന്ന്. ചെന്നു പറ്റാൻ ബുദ്ധിമുട്ട്. ചുറ്റും ധാരാളം ദുഷ്ടന്മാരും ഉണ്ടാവും. ഏതായാലും നീ രാജാവിനെ പോയി കാണാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അങ്ങനെ തന്നെ ചെയ്യുക. നിന്റെ മാർഗം മംഗളമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇഷ്ടം പോലെ ചെയ്യുക. ദമനകൻ പിങ്കളകന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ദമനകൻ വരുന്നത് കണ്ടപ്പോൾ പിങ്കളകൻ വാതിൽ കാവൽക്കാരനോട് പറഞ്ഞു. നമ്മുടെ പഴയ മന്ത്രിയുടെ മകൻ ദമനകൻ അതാ വരുന്നുണ്ട്. അവനെ തടഞ്ഞു നിർത്തരുത്. ദമനകൻ പിങ്കളകന്റെ സമീപത്ത് വന്ന് നമസ്കരിച്ചു. അദ്ദേഹം നിർദ്ദേശിച്ച പീഠത്തിന്മേൽ കൽപ്പന പ്രകാരം ഇരുന്നു. അപ്പോൾ പിങ്കളകൻ ചോദിച്ചു, സുഖമല്ലേ? കുറെ കാലമായല്ലോ കണ്ടിട്ട്. ദമനകൻ സവിനയം ഉത്തരം പറഞ്ഞു. അങ്ങേക്ക് ഞങ്ങളെ കൊണ്ടിപ്പോൾ പ്രയോജനമൊന്നുമില്ലല്ലോ. എന്നാൽ ഉത്തമനോ മധ്യമനോ അധമനോ ആയ ഏതൊരാളെ കൊണ്ടും ഓരോ സമയത്ത് രാജാവിന് പ്രയോജനമുണ്ടാകും. പിങ്കളകൻ പറഞ്ഞു. മിടുക്കനാണെങ്കിലും അല്ലെങ്കിലും നീ നമ്മുടെ പഴയ മന്ത്രിയുടെ മകനാണല്ലോ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളൂ. ദമനകൻ ഉത്തരം പറഞ്ഞു. എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. പക്ഷേ എത്ര ചെറിയ കാര്യമായാലും സഭാമധ്യത്തിൽ വെച്ച് രാജാവിനോട് പറയരുതെന്നുണ്ട്. 4 ചെവികൾക്ക്, അതായത് 2 പേർക്ക് മാത്രമുള്ളതാണ് രഹസ്യം. ഇതു കേട്ടപ്പോൾ പിങ്കളകന്റെ അഭിപ്രായം അറിഞ്ഞ് നരി, പുലി, ചെന്നായ മുതലായ മൃഗങ്ങളെല്ലാം ഉടൻ തന്നെ പുറത്തുപോയി. അതിനുശേഷം ദമനകൻ ചോദിച്ചു, അങ്ങ് വെള്ളം കുടിക്കാനാണല്ലോ പുറപ്പെട്ടത്, എന്നിട്ട് തിരിച്ചു വന്നിരിക്കുന്നതെന്തേ? പിങ്കളകൻ കഷ്ടിച്ച് ഒരു ചിരി വരുത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. ഏയ്, വിശേഷിച്ചൊന്നുമില്ല. ദമനകൻ പറഞ്ഞു. ശരി, പുറത്തു പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയണ്ട. വിവേകിയായ മനുഷ്യൻ കാര്യത്തിന്റെ അവസ്ഥ പോലെ യുക്തമോ അയുക്തമോ എന്ന് ചിന്തിച്ചിട്ടു വേണം പറയാനെന്ന് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പിങ്കളകൻ വിചാരിച്ചു, ഇവൻ യോഗ്യനാണെന്ന് തോന്നുന്നു. ഇവനോട് എന്റെ കാര്യം പറയാം. ആത്മമിത്രത്തോടും ഗുണവാനായ ഭൃത്യനോടും സ്നേഹമുള്ള യജമാനനോടും തന്റെ ദുഃഖങ്ങൾ അറിയിച്ചാൽ ആശ്വാസമുണ്ടാകുമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഇങ്ങനെ ആലോചിച്ച് അവൻ ദമനകനോട് ചോദിച്ചു, ദമനക, ദൂരെ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുന്നില്ലേ? ദമനകൻ ശ്രദ്ധിച്ചു. ഉവ്വ് പ്രഭു, അതിനെന്താ? പിങ്കളകൻ ഒരു നെടുവീർപ്പിട്ടു. ഈ കാട്ടിൽ നിന്ന് പോകാനാണ് ദമനക എനിക്ക് മോഹം. ദമനകൻ അത്ഭുതപ്പെട്ടു. അതെന്തിന്? പിങ്കളകൻ പതുക്കെ പറഞ്ഞു. നമ്മുടെ കാട്ടിൽ ഏതോ ഒരു അസാധാരണ സത്വം വന്നുകൂടിയിരിക്കുന്നു. അതിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ശബ്ദം കേട്ടാൽ തന്നെ പരാക്രമം മോഹിക്കാമല്ലോ.
ദമനകൻ ഉപദേശിച്ചു. വെറും ശബ്ദം കേട്ട് അങ്ങ് ഭയപ്പെട്ടിരിക്കുകയാണല്ലേ? ഇത് ശരിയല്ല. എന്തോ ഒരു ശബ്ദം കേട്ട് പേടിച്ച് പൂർവികന്മാർ സമ്പാദിച്ചു തന്ന ഈ കാട് വിട്ടു പോകുന്നത് ഉചിതമല്ല. ശബ്ദം കേട്ടു മാത്രം പേടിക്കരുത്. വിധി ഭീരുക്കളെ മാത്രമേ ഭയപ്പെടുത്തുകയുള്ളൂ. ധീരന്മാരെ തളർത്താൻ വിധിക്കു സാധ്യമല്ല. വേനൽക്കാലത്ത് കുളങ്ങൾ വറ്റിപ്പോകുന്നു. സമുദ്രം വറ്റിക്കാൻ വേനലിന് സാധിക്കുകയില്ലല്ലോ. അതിനാൽ ശബ്ദം മാത്രം കേട്ട് പേടിക്കേണ്ടതില്ല. ധാരാളം മേധസ്സുള്ളതായിരിക്കുമെന്ന് കരുതി അകത്തു കടന്നു നോക്കിയപ്പോൾ വെറും മരവും തോലും മാത്രമേ ഉള്ളൂ എന്ന് കുറുക്കന് മനസ്സിലായ കഥ കേട്ടിട്ടില്ലേ? പിങ്കളകൻ ചോദിച്ചു. ഇല്ലല്ലോ, അതെന്ത് കഥയാണ്? അപ്പോൾ ദമനകൻ ഒരു കഥ പറഞ്ഞു. ആ കഥ കേൾക്കാനായി അടുത്ത എപ്പിസോഡ് കാത്തിരിക്കും.